കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് മെത്തേഡുകളൊക്കെ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നെറ്റ്വർക്ക് സെറ്റിങ്സ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം പഠിക്കുന്നത്. അപ്പോൾ അതിൽ SSID എന്താണ്, അതിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം SSID, അതായത് വയർലെസ്സിൻ്റെ പേര്. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ വയർലെസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ വയർലെസ്സിൻ്റെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ഉണ്ട്. വയർലെസ്സിൻ്റെ ഒരു സിഗ്നൽ കാണിക്കും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിൽ വയർലെസ് ഒക്കെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വരുന്ന പേര് ഇവിടെ ഇപ്പോൾ ആൻഡ്രോയിഡ് AP എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, കണക്റ്റഡ് സെക്യൂർഡ് എന്ന് പറഞ്ഞ്. അതുപോലെ അതിപ്പം എൻ്റെ മൊബൈലിൻ്റെ SSID ആണിത്. അപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ മൊബൈലിനും ഇങ്ങനെ ഓരോ SSID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഫോണിനൊക്കെ ഡിഫാൾട്ടായിട്ട് ഈ ആൻഡ്രോയിഡ് AP എന്ന് തന്നെയാണ് മിക്കവാറും വരുന്നത്. അപ്പോൾ അത് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ ചില സമയത്തൊക്കെ ഒരു പ്രോബ്ലം സംഭവിക്കാറുണ്ട്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഈ ആൻഡ്രോയിഡ് AP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്വർക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതിൻ്റെ പാസ്വേഡ് ഫോർ എക്സാമ്പിൾ 12356 അങ്ങനെ കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നമ്മുടെ മൊബൈലിൽ വെച്ചിട്ട് കണക്ട് ചെയ്തു. SSID എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് AP ആയിരിക്കും. പാസ്വേഡ് 1 മുതൽ 6 വരെയുള്ള പാസ്വേഡ് അല്ലെങ്കിൽ 1 മുതൽ 8 വരെയുള്ള പാസ്വേഡ് കൊടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്തു. വീണ്ടും കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മൊബൈലിലെ ഡാറ്റ കഴിഞ്ഞു, അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരുടെങ്കിലും മൊബൈലിൽ നമ്മൾ കണക്ട് ചെയ്തു, അതിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി. അതിനും ആൻഡ്രോയിഡ് AP തന്നെയാണ് പേര്, പക്ഷേ അതിൻ്റെ പാസ്വേഡ് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 1 മുതൽ 8 വരെ ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് ചിലപ്പോൾ എന്തെങ്കിലും പേരായിരിക്കും പാസ്വേഡായിട്ട് കൊടുത്തിട്ടുള്ളത് ആ മൊബൈലിൻ്റെ സെറ്റിങ്സിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മൊബൈൽ ആൻഡ്രോയിഡ് AP എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് ഒരു കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ എപ്പോഴും ഈ ആൻഡ്രോയിഡ് AP എന്നുള്ള നെറ്റ്വർക്കിന് അതിൻ്റേതായിട്ടുള്ള പാസ്വേഡാണ് നോക്കുക, നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള. അപ്പോൾ രണ്ട് മൊബൈലിനും ആൻഡ്രോയിഡ് AP എന്നുള്ള പേരും രണ്ടാമത്തെ മൊബൈലിന് അതിൻ്റെ പാസ്വേഡ് വ്യത്യാസമാണെങ്കിൽ രണ്ടാമത്തെ മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റില്ല, ആദ്യത്തെ മൊബൈൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ SSID എന്ന് പറയുന്നത് നമ്മൾ മൊബൈലിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതല്ല റൗട്ടർ ആണെന്നുണ്ടെങ്കിൽ റൗട്ടറിൻ്റെ സെറ്റിങ്സിൽ ഇങ്ങനെയുള്ളൊരു സെറ്റിങ്സ്, റൗട്ടറിൻ്റെ പേജിനകത്ത് ഈ ഒരു വയർലെസ് സെറ്റിങ്സ്, സെക്യൂരിറ്റി സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ടാബ് കാണും. അപ്പോൾ ആ ഒരു സെറ്റിങ്സ് പേജിനകത്ത് നമുക്കിവിടെ എനേബിൾ വയർലെസ് എന്നുള്ളൊരു ടിക്ക് കാണാൻ പറ്റും. പിന്നെ വയർലെസ് മോഡ്, ആക്സസ് പോയിന്റ്, SSID. ഇവിടെ കാണുന്ന ഈ SSID എന്ന് പറയുന്ന അതാണ് നമ്മുടെ വയർലെസ്സിൻ്റെ പേര്. ഇവിടെ കാണിച്ചിട്ടുണ്ട് എൻ്റർ യുവർ വയർലെസ് നെയിം ഹിയർ. ഇപ്പോൾ ഞാൻ ഈ ഒരു റൗട്ടറിൽ ആണ് ഈ ആൻഡ്രോയിഡ് AP എന്ന് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പേരായിരിക്കും ഇവിടെ എനിക്ക് കണക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുക. പിന്നെ അതിന് താഴെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, ബ്രോഡ്കാസ്റ്റ്. പിന്നെ അതിൻ്റെ ചാനൽ ഫ്രീക്വൻസി, ചാനലിൻ്റെ പേര്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ വേറെ ഒന്നാണ് സെക്യൂരിറ്റി കീ. നമ്മളിപ്പം വയർലെസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വയർലെസ്സിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡാണ് ഈ സെക്യൂരിറ്റി കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി കൊടുത്ത കാണാം WPA2 പേഴ്സണൽ എന്ന് കൊടുത്ത കാണാം. അതുപോലെ WPA2 എൻ്റർപ്രൈസ് എന്ന് കാണാൻ പറ്റും. ചിലപ്പോൾ നൺ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ഓരോ റൗട്ടറിൻ്റെയും ഫീച്ചർ അനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. ചിലതിന് WEP എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, WPA2, അതുപോലെ തന്നെ WEP. ഓക്കെ, അതൊക്കെ എന്താണ്, വയർലെസ്സിൻ്റെ പാസ്വേഡ് എൻക്രിപ്ഷൻ ടെക്നോളജിയാണ്. ഓക്കെ,
അപ്പോൾ WPA2 എന്ന് പറയുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്വേഡിൻ്റെ എൻക്രിപ്ഷൻ മെത്തേഡ്. പിന്നെ ഇവിടെ AES എന്ന് പറഞ്ഞാൽ കാണാം. പിന്നെ WEP എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഷെയർഡ് കീ, ഇവിടെയാണ് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ആൻഡ്രോയിഡ് IP എന്നുള്ള ആക്സസ് പോയിന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പാസ്വേഡ് നമ്മൾ ഇവിടെയാണ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു പാസ്വേഡ് ആയിരിക്കും നമ്മൾ വയർലെസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ചിലപ്പോൾ ഒരു റാൻഡം കീ ആയിട്ട് അത് ജനറേറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. പക്ഷേ എന്താണ്, അത് നമുക്ക് ഓർത്തിരിക്കാൻ പ്രയാസമായിരിക്കും. റാൻഡം ആയിട്ട് വരുമ്പോൾ എന്താണ്, റാൻഡം മോഡലിൽ ചില ലെറ്റേഴ്സും നമ്പേഴ്സും ക്യാരക്ടേഴ്സും ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതിനേക്കാളും നമ്മുടെ പേഴ്സണൽ യൂസിന് എന്താണ് ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ SSID അതിൻ്റെ ഫുൾ ഫോം സർവീസ് സെറ്റ് ഐഡൻറ്റിഫയർ എന്നാണ്. അത് മിക്കവാറും ക്വസ്റ്റ്യൻസിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഫുൾ ഫോം ആണ്. ഓക്കെ, SSID എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് സെറ്റ് ഐഡൻറ്റിഫയർ, അതാണ് SSID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് ദ പ്രൈമറി നെയിം അസോസിയേറ്റഡ് വിത്ത് 802.11 വയർലെസ് ലോക്കൽ ഏരിയ ആണ്. ഈ 80.11 എന്ന് പറയുന്നത് വയർലെസ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് കേട്ടോ. 80.11 എന്ന് പറയുന്നത് വയർലെസ്സിൻ്റെ എന്താണ് ഒരു സ്റ്റാൻഡേർഡാണ്. അതിൽ തന്നെ 802.A-C-D അങ്ങനെ പല മോഡുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. പ്രൈമറി നെയിമാണ് ഈ SSID എന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് ഹോം നെറ്റ്വർക്കിൻ്റെ പബ്ലിക് ഹോട്ട്സ്പോട്ട്. ഓക്കെ, നമ്മുടെ മൊബൈൽ ഹോട്ട്സ്പോട്ടിനും അല്ലാതെ പബ്ലിക് നെറ്റ്വർക്കിനും ഹോം നെറ്റ്വർക്കിനും ഒക്കെ ഈ SSID എന്നതാണ് എൻ്റെ മെയിൻ നെയിം. ഓക്കെ, വയർലെസ് നെറ്റ്വർക്കിൻ്റെ നെയിമാണ് ഈ SSID. ക്ലയൻറ്റ് ഡിവൈസ് യൂസ് ദിസ് നെയിം ടു ഐഡൻറ്റിഫൈ ആൻഡ് ജോയിൻ വയർലെസ് നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു സിറ്റി പോലുള്ള ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാ വീട്ടിലും വയർലെസ് റൗട്ടർ ഉണ്ടാവും. അപ്പോൾ എല്ലാറ്റിനും ഈ ആൻഡ്രോയിഡ് API പോലുള്ള അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള പേരാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ റൗട്ടർ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരും. ഓക്കെ, എല്ലാ വയർലെസ്സിനും ഒരേ പേരാണെങ്കിൽ നമ്മുടെ വയർലെസ് ഏതാണെന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ റൗട്ടർ ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്കിത് കോൺഫിഗർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള പേരാക്കി മാറ്റാം. അതിനൊരു ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. 32 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്, അതാണ് അതിൻ്റെ മാക്സിമം ലെങ്ത്. ഓക്കെ, അപ്പോൾ വയർലെസ് SSID എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇത് SSID ഈസ് എ കേസ് സെൻസിറ്റീവ് സ്ട്രിങ് ദാറ്റ് ഈസ് ആസ് ലോങ് ആസ് 32 ക്യാരക്ടേഴ്സ്. ഒരു കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. മാക്സിമം 32 ക്യാരക്ടേഴ്സ് ആണ് അതിൻ്റെ ലെങ്ത്ത്. ഒരു SSID ഒരു വയർലെസ് നെയിമിൻ്റെ ലെങ്ത്ത് 32 ക്യാരക്ടേഴ്സ് ആണ്. അത് നമ്പറും ലെറ്ററും സിമ്പിളൊക്കെ മിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു റൂള് മാത്രമാണ് SSIDക്ക് പോസിബിൾ ആയിട്ടുള്ളത്. കാരണം നമ്മളത് 32 ക്യാരക്ടറിനുള്ളിൽ ലിമിറ്റ് ചെയ്യണം. പിന്നെ കേസ് സെൻസിറ്റീവ് ആണ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ മാനുവലായിട്ട് നെറ്റ്വർക്കിൻ്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ അതേ രീതിയിൽ തന്നെ ക്യാപിറ്റൽ ലെറ്റർ തന്നെ ടൈപ്പ് ചെയ്യണം. നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ കണക്റ്റ് എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, വെൻ യു കണക്ട് ടു എ വയർലെസ് നെറ്റ്വർക്ക് യൂസ് എ നെറ്റ്വർക്ക് ആൻഡ് അതർ വിത്തിൻ ദ റേഞ്ച്. ഓക്കെ, ഇതിപ്പോൾ പറഞ്ഞു തന്നെ എല്ലാവരുടെയും പേര് കാണാൻ പറ്റും, ഓരോന്നും വ്യത്യസ്തമായിരിക്കും. പിന്നെ എല്ലാ റൗട്ടർ വരുമ്പോൾ ഒരു ഡിഫാൾട്ട് പേരുമായിട്ടാണ് വരിക. SSIDക്ക് ഒരു ഡിഫാൾട്ട് നെയിം ഉണ്ടാവും. ഓക്കെ, ഓൾ മാനുഫാക്ചേഴ്സ് സെറ്റ് എ ഡിഫാൾട്ട് SSID ഫോർ വൈഫൈ യൂണിറ്റ് സച്ച് ആസ്. ഇപ്പോൾ ലിങ്സിൻ്റെ ആണെങ്കിൽ ലിങ്സിസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടാവും അഡീഷണൽ ആയിട്ട്. പിന്നെ എക്സ്ഫിനിറ്റി വൈഫൈ, നെറ്റ്ഗിയർ, ഡീലിങ്ക്, അങ്ങനെയുള്ള ഓരോ കമ്പനിയും ഒരു ഡിഫാൾട്ട് എന്തായാലും ഒരു SSID പ്രൊവൈഡ് ചെയ്യണല്ലോ. അപ്പോൾ അവരുടെ ഒരു പ്രൊവൈഡ് ചെയ്യും, ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു പേര് SSID ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ഒരു ഡിഫാൾട്ടായിട്ട് ഒരേ പേര് തന്നെ വേണമെന്നൊന്നും ഇല്ല.
പിന്നെ വയർലെസ് നെറ്റ്വർക്ക് കീ അല്ലെങ്കിൽ സെക്യൂരിറ്റി കീ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. അതായത് നമുക്ക് ആ ഒരു വയർലെസ് നെറ്റ്വർക്കിനകത്തോട്ട് ലോഗിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു വയർലെസ് നെറ്റ്വർക്കിൽ നമുക്കൊരു ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ, അതായത് ഒരു എൻട്രി പാസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ആ ഒരു എൻട്രൻസ് നമ്മൾ, അതായത് ഒരു പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് ഫയൽ ആക്സസ് ചെയ്യാനും ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇറ്റ് അലോസ് യു ടു എസ്റ്റാബ്ലിഷ് എ സെക്യൂർ കണക്ഷൻ ബിറ്റ്വീൻ യുവർ യൂസർ റിക്വസ്റ്റിംഗ് ആക്സസ് ആൻഡ് ദ നെറ്റ്വർക്ക്. It also helps to authenticate your home office network and protect it from any unauthorized access. അതായത് ഈ ഒരു പാസ്വേഡ് ഇല്ലാത്ത ആൾക്കാർക്ക്, വയർലെസ്സിൻ്റെ പാസ്വേഡ് ഇല്ലാത്ത ആൾക്ക് നമ്മുടെ നെറ്റ്വർക്കിനകത്തോട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല, നമ്മുടെ നെറ്റ്വർക്കിനകത്ത് അല്ലെങ്കിൽ റൗട്ടറിൻ്റെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സെക്യൂരിറ്റി, വയർലെസ്സിന് കൊടുക്കുന്നത് നമ്മൾ സെക്യൂരിറ്റി. പിന്നെ വയർലെസ് ലാൻ കൺട്രോളർ. ഇപ്പോൾ വയർലെസ് ലാൻ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഒന്നിൽ കൂടുതൽ റൗട്ടറുകളും സ്വിച്ചുകളും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കിനകത്ത് ആ സ്വിച്ചുകളും ആ ഡിവൈസുകളും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് വയർലെസ് ലാൻ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ കൺട്രോളർ വെച്ചിട്ട് ഓരോ ഡിവൈസും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ലൈറ്റ് വെയ്റ്റ് ആക്സസ് പോയിന്റ് പ്രോട്ടോക്കോൾ, LWAPP. ആ ഒരു പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് വയർലെസ് ലാൻ കൺട്രോളർ അല്ലെങ്കിൽ WLC വർക്ക് ചെയ്യുന്നത്. പിന്നെ SD-WAN എന്ന് പറയുന്ന ഒരു ടേം ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന ഒരു മെത്തേഡാണ്. അത് സാധാരണ നോർമൽ നെറ്റ്വർക്കിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ നോർമലി നമ്മുടെ നെറ്റ്വർക്ക് നിങ്ങൾക്കറിയാം എന്താണ്, ഫിസിക്കൽ ലെയറിൽ കേബിൾ വഴി പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കണക്ടിവിറ്റി കൂടാതെ ഒരു ക്ലൗഡ് ബേസ്ഡ് കണക്ഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും, ഈ റൗട്ടറും തമ്മിൽ കേബിൾ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ ഒരു ക്ലൗഡ് സർവീസ്, അതായത് ഇപ്പോൾ ആമസോൺ വെബ് സ്പേസ്, പിന്നെ അസൂർ, മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് 360, ഡ്രോപ്പ് ബോക്സ്, അതുപോലെ ഈ ക്ലൗഡ് സർവീസുകൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്ലൗഡ് സർവീസിനകത്ത് വെബ് സ്പേസുകളും അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫറും ഡാറ്റ മാനേജ്മെൻറ്റും ഒക്കെ പോസിബിളാണ്. നമുക്ക് ഡാറ്റ സ്റ്റോറേജിനൊക്കെയാണ് നമ്മൾ ഈ ഡ്രോപ്പ് ബോക്സ്, ഗൂഗിൾ ഡ്രൈവ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ട്, അതായത് ക്ലൗഡ് സർവീസ് യൂസ് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്, ഒരു നെറ്റ്വർക്ക് ടെക്നോളജിയാണ് ഈ SD-WAN എന്ന് പറയുന്നത്. അതായത് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. This is a virtual wide area network architecture that allows enterprises to leverage any combination of transport services like MPLS, LTE and broadband internet service to securely connect users to applications. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് കണക്ഷൻ കൂടെ അഡീഷണൽ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നോർമലായിട്ട് ഈ അണ്ടർ ലേ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് ഫിസിക്കൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ ഉണ്ട്. അതേ നെറ്റ്വർക്കിനകത്ത് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വയർലെസ് ലാൻ ഓവർലേ, വയർലെസ് ലാൻ അല്ല, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഓവർലേ, SD-WAN ഓവർലേ. ഇതൊരു വിർച്വൽ നെറ്റ്വർക്കാണ്, വിർച്വൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇതിൻ്റെ കണക്ഷൻ ക്ലൗഡ് സിസ്റ്റത്തിലായിരിക്കും. ഓക്കെ, നോർമൽ നെറ്റ്വർക്ക് കേബിളൊന്നും ആയിരിക്കില്ല, ഇത് ക്ലൗഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വയർലെസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്.
അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുന്നത് എല്ലാം സോഫ്റ്റ്വെയർ ത്രൂ ആണ്, കേബിൾ വഴിയൊന്നും കണക്ഷൻ ഇല്ല. ത്രൂ നെറ്റ്വർക്ക് വിർച്വലൈസേഷൻ an SD-WAN create one or more virtual network overlay connecting branch office, data center and possibly other sites such as collocation facilities. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു വിർച്വൽ നെറ്റ്വർക്ക്, അത് എന്താണ് നെറ്റ്വർക്ക് വിർച്വലൈസേഷൻ ബേസ്ഡ് ഓൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, അതാണ് ഈ SD-WAN എന്ന് പറയുന്നത്. ഈച്ച് ഓവർലേ മേ ഹാവ് ഇറ്റ്സ് ഓൺ നെറ്റ്വർക്ക് പോളിസീസ് ആൻഡ് സെക്യൂരിറ്റി റൂൾസ് വിച്ച് ആർ അപ്ലൈഡ് ഇൻ റിയൽ ടൈം ബൈ ആപ്ലിക്കേഷൻ അവെയർ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ടു ട്രാഫിക് പാസിംഗ് ഓവർ വൺ ഓർ മോർ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഈ ഒരു എന്താണ് ഓരോ ക്ലൗഡ് നെറ്റ്വർക്കിനും അതിൻ്റേതായിട്ടുള്ള എന്താണ് പോളിസികളും പിന്നെ സെക്യൂരിറ്റി സിസ്റ്റംസും ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ നെറ്റ്വർക്കിങ്ങിനുള്ള ഒരു കണക്ടിവിറ്റിയും ഒരു എന്താണ് റിലയബിലിറ്റിയും ഒക്കെ ഒന്നുകൂടെ കൂടും. ഓക്കെ, അതാണ് ഈ SD-WAN എന്ന് പറയുന്ന ഒരു സിസ്റ്റം. നോർമലായിട്ടുള്ള ഒരു അണ്ടർലൈയിങ് കേബിൾ സിസ്റ്റത്തിൻ്റെ മുകളിലായിട്ട് ഒരു വിർച്വൽ ടെക്നോളജി വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന ഈ റൗട്ടറുകളും കാര്യങ്ങളൊക്കെ എന്താണ് വിർച്വലി കണക്റ്റഡ് ആണ്. പിന്നെ വരുന്നത് കൺസെപ്റ്റ് ഓഫ് റിസോഴ്സ് ഷെയറിംഗ് ത്രൂ നെറ്റ്വർക്ക്. ഇത് നമുക്കറിയാം, നമ്മുടെ പ്രിൻ്ററുകളും പിന്നെ സ്കാനറുകൾ, ഫോട്ടോ കോപ്പി മെഷീൻസ്, അതുപോലെ തന്നെ ഫാക്സ് മെഷീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു നെറ്റ്വർക്കിനകത്ത് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനാണ് റിസോഴ്സ് ഷെയറിംഗ് ത്രൂ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. റിസോഴ്സ് ഷെയറിംഗ് മീൻസ് the existing resources in a computing system can be accessed or remotely accessed across multiple administrative domains. അപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് ഒരു പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒന്നാമത്തെ കമ്പ്യൂട്ടറിലാണ്. അതിപ്പോൾ ഇത് നെറ്റ്വർക്ക് സ്ലോ ആണ്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിനകത്ത് ഇവിടെ ഒരു പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ പ്രിൻ്റർ ഒന്നാമത്തെ ഈ കമ്പ്യൂട്ടറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള പ്രിൻ്റർ മറ്റുള്ള എല്ലാ സിസ്റ്റത്തിനും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഷെയർ ചെയ്യുന്നതാണ് റിസോഴ്സ് ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രിൻ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറിനും കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് റിസോഴ്സ് ഷെയറിംഗ്. റിസോഴ്സ് ഷെയറിംഗ് മീൻസ് വൺ ഡിവൈസ് ആക്സസ്ഡ് ബൈ മെനി സിസ്റ്റംസ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ സിസ്റ്റംസ് ഒരു ഡിവൈസ് ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നു. ഇറ്റ് അലോസ് ഓൾ കൈൻഡ് ഓഫ് പ്രോഗ്രാംസ്, എക്യുപ്മെൻറ്റ് ആൻഡ് അവൈലബിൾ ഡാറ്റ ടു എനിവൺ വയ നെറ്റ്വർക്ക് ടു ഇറസ്പെക്റ്റീവ് ഓഫ് ഫിസിക്കൽ ലൊക്കേഷൻ ഓഫ് ദ റിസോഴ്സ്. അപ്പോൾ ഒരു നെറ്റ്വർക്ക്, അതിനകത്തുള്ള കമ്പ്യൂട്ടർ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും ഒക്കെ ഉണ്ടെന്ന് കരുതുക. മെയിനായിട്ടുള്ള ഒരു പ്രിൻ്റർ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ആ സെക്കൻഡ് ഫ്ലോറിലുള്ള പ്രിൻ്ററിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഒരു പ്രിൻ്റ് കൊടുക്കാം, വേണമെങ്കിൽ തേർഡ് ഫ്ലോറിൽ നിന്ന് ഒരു പ്രിൻ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ ഫ്ലോറിലും ഓരോ പ്രിൻ്റർ വെച്ചിട്ട് ആ ഫ്ലോറിനകത്തുള്ള ഒരു 10-15 കമ്പ്യൂട്ടർ, അപ്പോൾ അവർക്കൊക്കെ ആ 15 കമ്പ്യൂട്ടറിനും കോമൺ ആയിട്ട് ഒരു ഫ്ലോറിൽ ഒരു പ്രിൻ്റർ മാത്രം, അങ്ങനെ കണക്ഷൻ ഷെയർ ചെയ്യാൻ പറ്റും, ആ പ്രിൻ്റർ ഷെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ കമ്പ്യൂട്ടറിനും ഓരോ പ്രിൻ്ററും അതിൻ്റെ മെയിൻ്റനൻസും എല്ലാം കൂടുതൽ ചിലവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഓക്കെ, സിംപ്ലി റിസോഴ്സ് ഷെയറിംഗ് മീൻസ് ഷെയറിംഗ് സച്ച് ആസ് പ്രിൻ്റർ, സ്കാനർ, ഫാക്സ് മെഷീൻ, മോഡംസ്. ഓക്കെ, ഇത് പറഞ്ഞു തന്നെയാണ്. യൂസിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ് ഓർ അതർ സോഫ്റ്റ്വെയർ will be stored at a central computer or server. We can share one software from the server to network clients. ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് സോഫ്റ്റ്വെയറുകളും ഷെയർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ
നെറ്റ്വർക്ക് ബേസ് ആയിട്ടുള്ള ഒരു ആൻറ്റിവൈറസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മെയിൻ സെർവർ സിസ്റ്റത്തിൽ മാത്രം കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വർക്കിംഗ് നമ്മുടെ എല്ലാ കമ്പ്യൂട്ടറിനകത്തും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും അത് യൂസ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കമ്പ്യൂട്ടറിനും സെപ്പറേറ്റ് ആൻറ്റിവൈറസ് വാങ്ങിക്കാതെ ഒരു മെയിൻ സെർവറിൽ മാത്രം ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ സർവീസ് മറ്റുള്ള കമ്പ്യൂട്ടറിലേക്കും കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. അതായത് മറ്റുള്ള കമ്പ്യൂട്ടറിലും ഈ ആൻറ്റിവൈറസ് യൂസ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്താണ്, റിസോഴ്സ് ഷെയറിങ്ങിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് പ്രോക്സി സെർവർ. പ്രോക്സി സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ചിത്രത്തിൽ കാണിച്ചു തരാം. ഈ ഒരു എക്സാമ്പിളിനകത്ത് നമുക്കിവിടെ ഒരു യൂസർ PC കാണാൻ പറ്റും. ഓക്കെ, ഈ യൂസർ PC അത് കഴിഞ്ഞിട്ട് ഒരു ഫയർവാള്. ഈ ഫയർവാൾ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഇഷ്ടിക കൊണ്ട് കെട്ടിയ ഒരു മതിലൊന്നല്ല, അതിൻ്റെ ഡയഗ്രത്തിന് വേണ്ടി ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇത് ശരിക്കും എന്താണ്, ഒന്നുകിൽ സോഫ്റ്റ്വെയർ ബേസ്ഡ് ഫയർവാൾ ആവാം, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ബേസ് ആയിട്ടുള്ള ഒരു എന്താണ് റൗട്ടർ പോലെയുള്ള ഒരു ഡിവൈസ് ആവാം. ഓക്കെ, അതിനുശേഷം നമുക്ക് കാണുന്നത് ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ പ്രോക്സി സെർവറും, പിന്നെ റിക്വസ്റ്റഡ് വെബ്സൈറ്റും, അതായത് വെബ് സെർവർ. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ഈ പ്രോക്സി സെർവർ യൂസ് ചെയ്യാത്തൊരു കണ്ടീഷനാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ നേരിട്ട് ഫയർവാൾ കഴിഞ്ഞാൽ നേരെ ഈ വെബ്സൈറ്റ് സെർവർ എവിടെയാണോ അവിടേക്കാണ് നേരിട്ട് പോവുക. ഓക്കെ, പക്ഷേ ഈ ഒരു പ്രോക്സി സെർവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോക്സി സെർവർ എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റമാണ് പ്രോക്സി സെർവർ. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസർ കമ്പ്യൂട്ടറിനകത്തുനിന്ന് പ്രോക്സി സെർവറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം പ്രോക്സി സെർവറാണ് ഈ നമ്മുടെ റിക്വസ്റ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ സെർവറിലോട്ട് പോയിട്ട് ആ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്ത് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറും ഈ ഡെസ്റ്റിനേഷൻ വെബ് സെർവറായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല, പകരം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് പ്രോക്സി സെർവറിനെയാണ്. ഈ പ്രോക്സി സെർവറിലേക്ക് നമ്മൾ ഏത് വെബ്സൈറ്റ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമ്മൾ പ്രോക്സി സെർവർ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ facebook.com എന്ന് ടൈപ്പ് ചെയ്യും. അത് ഫയർവാൾ വഴി ഫിൽട്ടർ ചെയ്തിട്ട് പ്രോക്സി സെർവറിൽ വരും. ഓക്കെ, പ്രോക്സി സെർവറിൽ വന്നു കഴിഞ്ഞാൽ പ്രോക്സി സെർവർ അവിടുന്ന് facebook.com എന്നുള്ള വെബ്സൈറ്റിലോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ, അതായത് ഫേസ്ബുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ പേജോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഹോം പേജോ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഈ പ്രോക്സി സെർവറാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറും ഈ ഫേസ്ബുക്ക് സെർവറായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല. അപ്പോൾ അതായത് ഒരു മിഡിൽ മാൻ ആയിട്ട് വർക്ക് ചെയ്യും ഈ പ്രോക്സി സെർവർ എന്ന് പറയുന്നത്. എ പ്രോക്സി സെർവർ ഈസ് ബേസിക്കലി an intermediary between your home computer and rest of the internet that enables you to access web via proxy servers connection rather than your own. Okay, അപ്പോൾ പ്രോക്സി സെർവർ നമ്മുടെ കമ്പ്യൂട്ടറിനും നമുക്ക് ആക്സസ് ചെയ്യേണ്ടുന്ന വെബ്സൈറ്റിനും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്ററി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ഗോ ബിറ്റ്വീൻ ഫ്രം എ കമ്പ്യൂട്ടർ ടു ടാർഗറ്റ് വെബ്സൈറ്റ് ഓർ സെർവർ. അപ്പം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനും ടാർഗറ്റ് കമ്പ്യൂട്ടറിനും അല്ലെങ്കിൽ ടാർഗറ്റ് വെബ്സൈറ്റിനും ഇടയിൽ ആണ് ഈ പ്രോക്സി സെർവർ നിൽക്കുന്നത്. വെൻ യൂസിങ് എ പ്രോക്സി സെർവർ ദർ ഈസ് നോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യുവർ കമ്പ്യൂട്ടർ ആൻഡ് വെബ്സൈറ്റ് യു ആർ ട്രൈങ് ടു വിസിറ്റ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പ്രോക്സി സെർവർ നമുക്ക് ഒരു ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്തിട്ട്
നമ്മൾ റിക്വസ്റ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ഡാറ്റ നമുക്ക് തരും. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് എന്നുള്ള വെബ്സൈറ്റ് ആക്സസ് ചെയ്തു. ഓക്കെ, ഇഫ് യു എന്താണ് ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടും, നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടും. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഫേസ്ബുക്ക് എന്നുള്ള ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്തു, അത് പ്രോക്സി സെർവർ വഴിയാണ് നമ്മൾ ആക്സസ് ചെയ്തത് എന്ന് കരുതുക. അപ്പോൾ രണ്ടാമത് വീണ്ടും അതേ ഫേസ്ബുക്ക് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോക്സി സെർവറിന് വീണ്ടും ഈ വെബ്സൈറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പകരം എന്താണ്, നമ്മൾ ആദ്യം ഒരു റിക്വസ്റ്റ് കൊടുത്ത സമയത്ത് അതിൻ്റെ ഡാറ്റ, ഫേസ്ബുക്കിൻ്റെ ചില ഡാറ്റകൾ ഈ പ്രോക്സി സെർവറിനകത്ത് ഓൾറെഡി ഉണ്ടാവും. ഓക്കെ, ആ ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നേരത്തെ സേവ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഡാറ്റകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇഫ് യു റിക്വസ്റ്റ് എ വെബ്സൈറ്റ് ഓർ എ ഫയൽ, it is then stored on the proxy server. Once the data server saved to the proxy server, it does not have to request the file again the next time you access it. The file automatically loads from the proxy server. ഇപ്പോൾ നമ്മുടെ ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഇമേജ് ഈ വെബ്സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്തു. ഓക്കെ, അതേ ഇമേജ് തന്നെ നമ്മൾ വീണ്ടും വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോക്സി സെർവറിനകത്തു നിന്ന് തന്നെ നമുക്ക് ആ ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് ഈ പ്രോക്സി സെർവർ വീണ്ടും വെബ്സൈറ്റിൽ ഈ ഒരു ഇമേജിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻ്റർനെറ്റിൻ്റെ ഒരു എഫിഷ്യൻസി കൂടും. ആ ഇൻ്റർമീഡിയറ്റ് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഡാറ്റ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ടൈപ്സ് ഓഫ് പ്രോക്സി സെർവർ, ഒന്ന് ഫോർവേഡിങ് പ്രോക്സി സെർവർ. ഫോർവേഡിങ് പ്രോക്സി സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് കിടക്കുന്ന ഒരു നോർമൽ പ്രോക്സി സെർവർ. ദിസ് സെർവർ ആക്ട് ആസ് എ ഗോ ബിറ്റ്വീൻ ഫോർ യുവർ റിക്വസ്റ്റിംഗ് കമ്പ്യൂട്ടർ ആൻഡ് സെർവർ ഇസ് ഇതാണ് നമ്മുടെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെയും നമ്മുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോക്സിയെ നമ്മൾ എന്താണ് ഫോർവേഡിങ് പ്രോക്സി എന്ന് പറയും. ഓക്കെ, അത് ജസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ രണ്ടാമത് വരുന്ന പ്രോക്സിയാണ് ഓപ്പൺ പ്രോക്സി. ഓപ്പൺ പ്രോക്സിയിൽ എന്താണ്, യു കുഡ് യൂസ് എ പബ്ലിക് പ്രോക്സി if you want to conceal your IP address so that you remain anonymous during internet activity. അതായത് ഈ ഓപ്പൺ പ്രോക്സി അല്ലെങ്കിൽ പബ്ലിക് പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് പുറത്ത് കാണില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയും പുറത്ത് കാണിക്കാതെ നമ്മൾ ശരിക്കും ഒരു സ്ഥലത്ത് ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രൗസ് ചെയ്യുന്ന രീതിയിൽ ഒരു എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് കിട്ടില്ല. ഓക്കെ, എവിടെ നിന്നാണ് ഈ റിക്വസ്റ്റ് വന്നത് എന്നുള്ള കാര്യമൊന്നും, ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ റിക്വസ്റ്റ് വന്നത് എന്നുള്ളത് കാണാൻ സാധിക്കില്ല. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു പ്രോക്സിയാണ് എലൈറ്റ് പ്രോക്സി. എലൈറ്റ് പ്രോക്സി ഓഫേഴ്സ് മോസ്റ്റ് അനോണിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഐഡൻറ്റിറ്റി പൊതുവേ ഇത് കാണിക്കില്ല. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ IP അഡ്രസ്സ് ഏതാണെന്നുള്ളത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്, അതായത് ഏത് വെബ്സൈറ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ആ ഒരു ടാർഗറ്റ് കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സും ഹൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ഹൈഡ് ചെയ്യും, നമ്മൾ ആക്സസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സും എന്താണ് ഇതിൽ ഹൈഡായിരിക്കും. അതായത് മറ്റുള്ളവർക്ക് വിസിബിൾ ആയിരിക്കില്ല. അതായത് ഹാക്കർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ കൂടുതൽ സെക്യൂർഡ് ആണ്. പിന്നെ റിവേഴ്സ് പ്രോക്സി. ഇപ്പോൾ ആദ്യം പറഞ്ഞ ഈ എലൈറ്റ് പ്രോക്സിയിലും ഓപ്പൺ പ്രോക്സിയിലൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിന് അറിയാം നമ്മൾ നേരിട്ട് ഈ ഒരു സെർവറിൽ നിന്നല്ല ഡാറ്റ ആക്സസ് ചെയ്യുന്നത്, പകരം ഒരു പ്രോക്സി സെർവറിൽ നിന്നാണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത്
ഈ രണ്ട് പ്രോക്സി ഉപയോഗിച്ച് കഴിഞ്ഞാലും, അതായത് ഓപ്പൺ പ്രോക്സി ഉപയോഗിച്ച് കഴിഞ്ഞാലും എലൈറ്റ് പ്രോക്സി ഉപയോഗിച്ചാലും ഫോർവേഡിംഗ് പ്രോക്സി ഉപയോഗിച്ചാലും കമ്പ്യൂട്ടറിന് മനസ്സിലാവും നമ്മളൊരു പ്രോക്സി ഉപയോഗിച്ചിട്ടാണ് ഈ ഡാറ്റ കിട്ടുന്നത്, അതായത് പ്രോക്സി സെർവറിൽ നിന്നാണ് ഡാറ്റ കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ. പക്ഷേ റിവേഴ്സ് പ്രോക്സിനകത്ത് ഇതാണ്, എ റിവേഴ്സ് പ്രോക്സി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഫോർവേഡ് ആൻഡ് ഓപ്പൺ പ്രോക്സീസ്. വിത്ത് എ ഫോർവേഡിംഗ് പ്രോക്സി the requesting computer is aware that it is connecting to a target server by way of a proxy. ഓക്കെ. ഒരു പ്രോക്സി ഉപയോഗിച്ചിട്ടാണ് ടാർഗറ്റ് വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്തെന്നുള്ളത് സാധാരണ പ്രോക്സിയിലൊക്കെ കമ്പ്യൂട്ടറിന് മനസ്സിലാവും. ബട്ട് എ റിവേഴ്സ് പ്രോക്സി അപ്പിയേഴ്സ് ആസ് ആൻ ഓർഡിനറി സെർവർ. ദ കമ്പ്യൂട്ടർ തിങ്ക് ഇറ്റ് ഈസ് കണക്റ്റിംഗ് ടു ദ ടാർഗറ്റ് സെർവർ as it is actually communicating with the proxy layer. അതായത് ഈ റിവേഴ്സ് പ്രോക്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇത് ഒരു പ്രോക്സിയിൽ നിന്നാണ് ഈ ഡാറ്റ വരുന്നത് എന്നുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ ഐഡിയ പ്രകാരം കമ്പ്യൂട്ടർ കരുതുന്നത് ഇത് ഒറിജിനൽ സെർവറിൽ തന്നെയാണ് ഡാറ്റ വരുന്നത്. അതായത് ഒരു ഇൻ ബിറ്റ്വീൻ ഒരു പ്രോക്സി സെർവർ ഉണ്ടെന്നുള്ള കാര്യം തന്നെ കമ്പ്യൂട്ടറിന് അറിയില്ല. ഓക്കെ. ഇങ്ങനെയുള്ള ഒരു റിവേഴ്സ് പ്രോക്സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ കമ്പ്യൂട്ടർ തിങ്സ് ഇറ്റ് ഈസ് കണക്റ്റിംഗ് ടു ദ ടാർഗറ്റ് സെർവർ വെൻ ഇറ്റ് ഈസ് ആക്ച്വലി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പ്രോക്സി സെർവർ. ഓക്കെ. അതാണ് റിവേഴ്സ് പ്രോക്സി എന്ന് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് പ്രോക്സി സെർവർ. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രൈവസിയാണ്. ഓക്കെ. പിന്നെന്താണ്, പാരൻ്റൽ കൺട്രോൾ, അതായത് മോണിറ്ററിങ് പോസിബിൾ ആണ്. ഓക്കെ. ടു കൺട്രോൾ ഇൻ്റർനെറ്റ് യൂസേജ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ചിൽഡ്രൻ. ഓർഗനൈസേഷൻ ആൻഡ് പാരൻസ് സെറ്റപ്പ് പ്രോക്സി സെർവേഴ്സ് ടു കൺട്രോൾ ആൻഡ് മോണിറ്റർ ഹൗ ദിയർ എംപ്ലോയീസ് ഓർ കിഡ്സ് യൂസ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പാരൻസിനൊക്കെ എന്താണ് ഈ പ്രോക്സി സെർവർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ സെർവറിലാണ് ഇവർ വെബ് സെർച്ച് ചെയ്യുന്നത്, ഏതൊക്കെ ഡാറ്റയാണ് ഇൻ്റർനെറ്റിലൂടെ ആക്സസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാനും ഒക്കെ പോസിബിളാണ് ഈ പ്രോക്സി യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ. പ്രൈവസി ബെനിഫിറ്റ്. ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ യൂസ് പ്രോക്സി സെർവേഴ്സ് ടു ബ്രൗസ് internet more privately. Some proxy servers will change the IP address and other identifying information the website request contains. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, പ്രൈവസി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ബ്രൗസ് ചെയ്യുന്നത്, അതായത് ഏത് കമ്പ്യൂട്ടറാണ് ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു IP അഡ്രസ്സ് ഹൈഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ റിമോട്ട് സെർവറുകൾക്ക് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഹാക്കർ പിന്നെ വൈറസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ IP അഡ്രസ്സ് വെച്ച് ട്രേസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് ഹൈഡായിരിക്കും. അപ്പോൾ പാരൻ്റൽ കൺട്രോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ചിൽഡ്രൻസിൻ്റെയും എംപ്ലോയീസിൻ്റെയൊക്കെ നെറ്റ്വർക്ക് ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രൈവസി എന്ന് ഞാൻ പറഞ്ഞത് IP അഡ്രസ്സ് ഹൈഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഐഡൻറ്റിറ്റി ഒരു ഹാക്കറിന് അല്ലെങ്കിൽ എന്താണ് ഇൻ ബിറ്റ്വീൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ സാധിക്കില്ല. പിന്നെന്താണ് വരുന്നത്, ഇംപ്രൂവ്ഡ് സെക്യൂരിറ്റി. സെർവർ പ്രൊവൈഡ് സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഓൺ ടോപ്പ് ഓഫ് പ്രൈവസി ബെനിഫിറ്റ്. യു ക്യാൻ കോൺഫിഗർ യുവർ പ്രോക്സി സെർവർ ടു എൻക്രിപ്റ്റ് യുവർ വെബ് റിക്വസ്റ്റ്. അതായത് ഈ പ്രോക്സി സെർവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഈ മീഡിയം വഴി പോകുന്നതും അതേപോലെ തന്നെ തിരിച്ച് നമുക്ക് കിട്ടുന്നതും. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു ഹാക്കർ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി നമ്മുടെ ഡാറ്റ ആക്സസ് ചെയ്താൽ തന്നെയും അത് അവർക്ക് റീഡബിൾ ആയിരിക്കില്ല, അതായത് അവർക്ക് യൂസബിൾ ആയിരിക്കില്ല. ഓക്കെ. കാരണം എന്താണ്, അതിനകത്ത് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ സെൻഡറിനും റിസീവറിനും മാത്രമേ അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
പിന്നെ ബാൻഡ്വിഡ്ത്ത് സേവിങ്സ്. ഓർഗനൈസേഷൻസ് ക്യാൻ ഓൾസോ ഗെറ്റ് ബെറ്റർ ഓവറോൾ നെറ്റ്വർക്ക് പെർഫോമൻസ് വിത്ത് എ ഗുഡ് പ്രോക്സി സെർവർ. പ്രോക്സി സെർവർ ഉപയോഗിച്ചിട്ട് എന്താണ് ബാൻഡ്വിഡ്ത്ത് വേസ്റ്റ് ഇല്ലാതെ മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നെറ്റിൻ്റെ സ്പീഡും ഒക്കെ നന്നായിട്ട് കൂടും. പിന്നെ ഈ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗുഡ് സർവീസ് ഉള്ള പ്രോക്സി സെർവറുകളൊക്കെ എന്താണ് മന്ത്ലി റെൻറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ഫ്രീ ആയിരിക്കില്ല, അത് പെയ്ഡ് സർവീസ് ആയിരിക്കും. ഗെറ്റ് ആക്സസ് ടു ബ്ലോക്ക്ഡ് റിസോഴ്സസ്. ഇപ്പോൾ ഇത് പ്രോക്സി സർവേഴ്സ് അലോസ് യൂസേഴ്സ് ടു ബ്രേക്ക് കണ്ടന്റ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ കമ്പനീസ് ഓർ ഗവൺമെൻറ്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് തുറക്കണം, പക്ഷെ അത് ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതേ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതേ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ വേറെ കൺട്രികളിൽ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോക്സി സെർവർ വഴി, അതായത് നമ്മുടെ പ്രോക്സി സെർവർ അല്ല, നമുക്ക് ആ അമേരിക്കയിലുള്ള ഒരു പ്രോക്സി സെർവറിലോട്ട് കണക്ട് ചെയ്തിട്ട് ആ പ്രോക്സി സെർവറിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, ദ പ്രോക്സി സെർവർ അലോസ് യൂസേഴ്സ് ടു ബ്രേക്ക് കണ്ടന്റ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ കമ്പനീസ് ഓർ ഗവൺമെൻറ്റ്സ്. ഓക്കെ, ഇഫ് എ വെബ്സൈറ്റ് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈസ് ബ്ലോക്ക്ഡ് ഇൻ യുവർ കൺട്രി. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ബ്ലോക്ക്ഡ് ആണെങ്കിൽ ലോഗ് ഇൻ ടു എ പ്രോക്സി സെർവർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ കൺട്രി ആൻഡ് വാച്ച് ദം ഫ്രം ദ. അതായത് നമ്മുടെ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തൊരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അമേരിക്കൻ പ്രോക്സി യൂസ് ചെയ്തിട്ട്, അതായത് ഒരു അമേരിക്കൻ പ്രോക്സി സെർവറിൽ ലോഗിൻ ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ പ്രോക്സി സെർവർ മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് യു ആർ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ബട്ട് ആക്ച്വലി യു ലിവ്സ് ഇൻ ഇന്ത്യ. ഇപ്പോൾ നമ്മുടെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ പ്രോക്സി സെർവർ എന്ത് ചെയ്യും, ഈ വെബ്സൈറ്റിന് എന്താണ് നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രതീതിയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്, അമേരിക്കയിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്താണ് അമേരിക്കയിലോട്ട് മാറും. ഓക്കെ, പിന്നെ ഇനി വരുന്നത് VPN. VPN എന്ന് പറഞ്ഞാൽ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. അതും ഏതാണ്ട് ഒരു പ്രോക്സി പോലൊക്കെ തന്നെയാണ് വരുന്നത്, അതിൻ്റെ വർക്കിംഗ് ഇൻ ബിറ്റ്വീൻ ആയിട്ട്. പക്ഷേ എന്താണ് അതിനകത്ത് വിർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. VPN സ്റ്റാൻഡ് ഫോർ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആൻഡ് ഡിസ്ക്രൈബ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു എസ്റ്റാബ്ലിഷ് എ പ്രൊട്ടക്റ്റഡ് നെറ്റ്വർക്ക് കണക്ഷൻ വെൻ യു ആർ യൂസിങ് പബ്ലിക് നെറ്റ്വർക്ക്. VPN എൻക്രിപ്റ്റ് യുവർ ഇൻ്റർനെറ്റ് ട്രാഫിക് ആൻഡ് ഡിസ്ഗ്യൂസ് യുവർ ഓൺലൈൻ ഐഡൻറ്റിറ്റി. നമ്മുടെ പ്രോക്സിനെ പറ്റി പറഞ്ഞപ്പോഴും ഏതാണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പ്രോക്സിക്കകത്തും നമ്മുടെ ഡാറ്റ എന്താണ് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി, ഓൺലൈൻ ഐഡൻറ്റിറ്റീനെ എന്താണ് മാസ്ക് ചെയ്യുന്നുണ്ട്. VPNും അത് തന്നെയാണ് ചെയ്യുന്നത്. ദിസ് മേക്ക് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ഫോർ തേർഡ് പാർട്ടീസ് ടു അറ്റാക്ക് ടു ട്രാക്ക് യുവർ ആക്ടിവിറ്റീസ് ഓൺലൈൻ ആൻഡ് സ്റ്റീൽ ഡാറ്റ. മറ്റുള്ള ഒരു ഹാക്കർ പോലുള്ള തേർഡ് പാർട്ടി ആക്ടിവിറ്റിക്ക് നമ്മുടെ ഡാറ്റ എന്താണ് മോഷ്ടിക്കാൻ സാധിക്കില്ല, ഈ തരത്തിലുള്ള ഒരു എൻക്രിപ്ഷൻ ഉള്ളതുകൊണ്ട്. ദ എൻക്രിപ്ഷൻ ടേക്ക് പ്ലേസ് ഇൻ റിയൽ ടൈം. ഓക്കെ, VPNനകത്തും ഇതേ രീതിയിലുള്ള ഒരു എൻക്രിപ്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റിയെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഐഡൻറ്റിറ്റി ഓൺലൈനായിട്ട് റിവീൽ ചെയ്യില്ല. പിന്നെ പബ്ലിക് നെറ്റ്വർക്കിലേക്ക് നമ്മൾ VPN വഴിയായിരിക്കും കണക്ട് ചെയ്യുന്നത്, നേരിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കില്ല വരുന്നത്. വർക്കിംഗ് ഓഫ് എ VPN. ഇപ്പോൾ എ VPN ഹൈഡ് യുവർ IP അഡ്രസ് by letting the network redirect it through a specially configured remote server run by a VPN host. അപ്പോൾ നമ്മുടെ ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് ഹൈഡ് ആയിരിക്കും, പകരം എന്താണ് ഒരു പബ്ലിക് IP യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലോട്ട് വർക്ക് ചെയ്യുന്നത്. ദിസ് മീൻസ് ദാറ്റ് ഇഫ് യു സെർവ് ഓൺലൈൻ വിത്ത് എ VPN സെർവർ ബിക്കംസ് ദ സോഴ്സ് ഓഫ് യുവർ ഡാറ്റ. അതുപോലെ തന്നെ നമ്മൾ പ്രോക്സിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റിലെ ഡാറ്റ
ശരിക്ക് നമുക്ക് കിട്ടുന്നത് പ്രോക്സി സെർവർ എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഇവിടെയും VPN സെർവറാണ് നമ്മുടെ ഡാറ്റയുടെ സോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ഡാറ്റയുടെ സോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് VPN സെർവർ ആയിരിക്കും. നേരിട്ട് നമ്മുടെ ആ വെബ്സൈറ്റിൽ നിന്നായിരിക്കില്ല ഇൻട്രാക്ട് ചെയ്യുന്നത്. ദിസ് മീൻസ് യുവർ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആൻഡ് അതർ തേർഡ് പാർട്ടീസ് കനോട്ട് സീ വിച്ച് വെബ്സൈറ്റ് യു വിസിറ്റ് ഓർ വാട്ട് ഡാറ്റ യു സെൻഡ് ആൻഡ് റിസീവ് ഓൺലൈൻ. ഓക്കെ, അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻ ബിറ്റ്വീൻ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസോ നമ്മുടെ ഡാറ്റയോ അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സോ റിസീവ് ചെയ്യുന്ന, അതായത് ഡാറ്റ റിസീവ് ചെയ്യുന്ന അതുപോലെ തന്നെ ഡാറ്റ സെൻഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സൊന്നും റിവീൽ ചെയ്യില്ല. ഓക്കെ, അതൊക്കെ ഹൈഡായിരിക്കും. A VPN work like a filter that encrypt your data. Even if someone were get into the data, it would be a useless. അത് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഈ എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ഹാക്കർ പോലുള്ള ഒരു സിസ്റ്റം അകത്ത് കടന്നാൽ തന്നെ എന്താണ്, ഡാറ്റ അവർക്ക് യൂസബിൾ ആയിരിക്കില്ല. ഈ ഒരു ഇമേജ് കണ്ടാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മളെ ഡാറ്റ നമ്മുടെ കമ്പ്യൂട്ടറാണ്. ഇവിടെ നമ്മൾ VPN, അതായത് സെക്യൂർഡ് ആയിട്ടുള്ള VPN വഴി നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും എന്താണ്, ഈ VPN അകത്ത് നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് ഡാറ്റ കിട്ടുന്നതായിട്ട് തോന്നുക. ഓക്കെ, അതേപോലെ തന്നെ ഈ ഹാക്കറുകളൊക്കെ എന്താണ്, നമ്മുടെ ഡാറ്റ മോഷ്ടിക്കാൻ വേണ്ടി, നമ്മുടെ പാസ്വേഡൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ബാങ്കിൻ്റെ പിൻ കോഡുകളൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ ഹാക്കറുകൾ, സ്നോപ്പറുകൾ എന്നൊക്കെ പറഞ്ഞ ആക്ടിവിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് ഒരു ഹാക്കറിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അതുവഴി നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നഷ്ടപ്പെടാം. നമ്മുടെ ഫേസ്ബുക്ക്, ഗൂഗിള്, അതുപോലെ തന്നെയുള്ള എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഡാറ്റകളൊക്കെ നമുക്ക് നഷ്ടപ്പെടാം. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ VPN യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രോക്സീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ VPN ചെയ്യുന്നത് ഹൈഡ് യുവർ IP അഡ്രസ്സ്, ചേഞ്ച് യുവർ IP അഡ്രസ്സ്, എൻക്രിപ്റ്റ് യുവർ ഡാറ്റ ട്രാൻസ്ഫർ, പിന്നെ മാസ്ക് യുവർ ലൊക്കേഷൻ, ആക്സസ് ബ്ലോക്ക്ഡ് വെബ്സൈറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ VPN ചെയ്യുന്നതാണ്. പിന്നെ സെറ്റിംഗ് അപ്പ് എ VPN, നമ്മുടെ ഒരു മൊബൈലിനകത്ത് എന്താണ് അതിൻ്റെ ഒരു വളരെ ഈസി ആയിട്ട് തന്നെ VPN നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടത് എന്താണ്, നമുക്ക് ഏത് VPN ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ്, ഇപ്പോൾ PPTP, അതായത് പോയിന്റ് ടു പോയിന്റ് ടണലിംഗ് പ്രോട്ടോകോള്, അതുപോലെ തന്നെ ലെയർ 2 ടണലിംഗ് പ്രോട്ടോകോള്. അപ്പം അങ്ങനെയുള്ള പ്രോട്ടോകോള് വെച്ചിട്ട് നമുക്ക് മൊബൈലിനകത്തും കമ്പ്യൂട്ടറിനകത്തും എന്താണ് ഈ VPN കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇത് പർച്ചേസ് ചെയ്യേണ്ട VPN ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സർവീസ് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് ഇത് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. ആ പ്രോട്ടോകോൾസ് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് PPTP, പോയിന്റ് ടു പോയിന്റ് ടണലിംഗ് പ്രോട്ടോകോള്, അതുപോലെ ലെയർ 2 ടണലിംഗ് പ്രോട്ടോകോൾ. ഇവിടെ ലെയർ 2 ടണലിംഗ് പ്രോട്ടോകോള്. ഓക്കെ, അതാണ് PPTPയും L2TPയും. ഓക്കെ, പിന്നെ IPsec എന്ന് പറയുന്നത് IPsec എന്ന് പറയുന്നത് IP സെക്യൂരിറ്റിക്കാണ്. IP സെക്യൂരിറ്റിയാണ് IPsec എന്ന് പറയുന്നത്, IPsec പ്രോട്ടോകോൾ. ഓക്കെ, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിലെ പ്രോട്ടോകോൾസ്. PPTP എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു പോയിന്റ് ടണലിംഗ് പ്രോട്ടോകോൾ ഹാസ് ബീൻ അറൗണ്ട് സിൻസ് ഡേയ്സ് ഓഫ് വിൻഡോസ് 95. പഴയ കാലത്ത് മുതൽ തന്നെയുള്ള ഒരു പ്രോട്ടോകോളാണ്. അതായത് വിൻഡോസ് 95 ഒക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് പോയിന്റ് ടു പോയിന്റ് ടണലിംഗ് പ്രോട്ടോകോള്. ഇത് എന്താണ്, ഇറ്റ് ഈസ് സിമ്പിൾ ടു സെറ്റപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ എന്താണ്, സെക്യൂരിറ്റി കുറവാണ്. ഓക്കെ, സ്ട്രോങ്ങും ആണ്, പക്ഷെ എന്താണ് സെക്യൂരിറ്റി കുറവാണ്. അതാണ് PPTPയുടെ ഒരു ബെനിഫിറ്റും പോരായ്മയും. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ്, പക്ഷേ സെക്യൂരിറ്റി കുറവാണ്. പിന്നെ ലെയർ 2 ടണലിംഗ് പ്രോട്ടോകോള് IP സെക്യൂരിറ്റി.
ഇത് എന്താണ്, ഇതിനകത്ത് ഡബിൾ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ലെയർ 2 പ്രോട്ടോക്കോളിനകത്ത് ഓഫേഴ്സ് മോർ ഫീച്ചേഴ്സ്. ഓക്കെ, ലെയർ 2 പ്രോട്ടോക്കോൾ, ലെയർ 2 ടണലിംഗ് പ്രോട്ടോക്കോൾ IP protocol is a way of implementing two protocols together in order to gain best features of each. അപ്പോൾ ഈ രണ്ട് പ്രോട്ടോക്കോളിൻ്റെയും ബെസ്റ്റ് ഫീച്ചർ യൂസ് ചെയ്തിട്ടാണ് L2TP IPsec എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ L2TP protocol is used to create a tunnel and IP security provides secure channel. അപ്പോൾ അത് രണ്ടിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഓപ്പൺ VPN. ഓപ്പൺ VPN ഈസ് എൻ SSL ബേസ്ഡ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ദാറ്റ് കണ്ടിന്യൂസ് ടു ഗെയിൻ പോപ്പുലാരിറ്റി. ഈ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രീ അവൈലബിൾ. ഈ ഓപ്പൺ സോഴ്സ് VPN എന്ന് പറയുന്നത് പെയ്ഡ് അല്ല, ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് പോപ്പുലാരിറ്റി കൂടുതലാണ്. SSL ഈസ് എ മെയിൻ എൻക്രിപ്ഷൻ പ്രോട്ടോക്കോൾ. SSL യൂസ് ചെയ്തിട്ടാണ് ഇതിൽ എൻക്രിപ്ഷൻ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ VPN can run on സിംഗിൾ UDP or TCP പോർട്ട്. TCP പോർട്ടിലും UDP പോർട്ടിലും, അതായത് ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പോർട്ടിനകത്ത് വർക്ക് ചെയ്യുന്നതാണ് ഈ ഓപ്പൺ VPN. അതുപോലെ തന്നെ ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഓപ്പൺ VPNൻ്റെ പ്രത്യേകത. ഓപ്പൺ VPN ശരിക്കും ഒരു ഇൻ്റർമീഡിയറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അതിനകത്ത് എന്താണ് ഹൈഡ്, നമ്മുടെ പ്രൈവസി ഒക്കെ ഹൈഡ് ചെയ്യും, IP അഡ്രസ് ഹൈഡ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ ഈ VPN, പിന്നെ പ്രോക്സി സെർവർ, പിന്നെ SSID എന്നിവയെ പറ്റിയൊക്കെ ഒന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.